ജർമ്മനിയിലെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എല്ലാത്തിനും ബ്രെഡ് ഉണ്ടാവും. അതുകൊണ്ട് എന്താ 2 ദിവസം ഞാനിപ്പോൾ ബ്രെഡ് മാത്രമാണ് കഴിക്കുന്നത്. ഹലോ, ഞാൻ ശ്രുതി. ജർമ്മനിയിലെ നഴ്സിംഗ് ഹോസ്പിറ്റലും 3rd ഇയറിന് പഠിക്കുവാണ്. ഇന്നലെ വെയിൽ കൊണ്ടതുകൊണ്ട് മുഖമൊക്കെ കരുവാളിച്ചായിരുന്നു. അതുകൊണ്ടൊരു മാസ്ക് ഇട്ടു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് റെഡിയായി. ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ അംബ്രൂം എന്ന് പറയുന്ന ദ്വീപിലാണ്. അവിടെ സാറ്റൽഡൂൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളത്. ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക് എത്തണം, എന്നാലേ ക്ലാസ്സിൽ കൂടാൻ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് ഇനി 20 മിനിറ്റും കൂടെ യാത്ര ചെയ്യണം. ബാക്കിയുള്ള ഒരു സൈക്കിളിൽ പോയപ്പോൾ ഞാൻ ബസ്സിലാണ് പോയത്. നമ്മുടെ കയ്യിലുള്ള ഡോയ്ഷെ ബാൻ ടിക്കറ്റ് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പോകുന്ന വഴിയിൽ ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് കണ്ടു. പിന്നെ എനിക്ക് തോന്നിയതാണോ അതോ നിങ്ങൾക്കും ഇതുപോലെ തോന്നുന്നുണ്ടോ എന്ന് നോക്കിക്കേ. നാട്ടിലെ വഴികൾ പോലെ ഇല്ലേ ഇത്. ഞാൻ ശരിക്കും ജർമ്മനിയിൽ കീൽ എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. അതൊരു ടൗൺ ആണ്, എപ്പോഴും ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സൈലന്റ്, ഭയങ്കര ഒരു ഗ്രാമപ്രദേശം. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. വേഗം ഓടിയാണ് പോയത്, കാരണം മഴക്കോള് കണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് ഫോൺ യൂസ് ചെയ്തതെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ആദ്യത്തെ ബ്രേക്കിന് ടീ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് ബുക്ക് തന്നു. പിന്നെ പേരെഴുതി ഫ്രണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു. നൂഡിൽസും സാലഡും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു. അവിടെ എന്താ പഠിപ്പിച്ചതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചും ബസ്സിനാണ് ഞാൻ പോയത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എപ്പോഴും കാണുന്ന പോലെ അല്ല, എന്തോ വ്യത്യാസമുണ്ട്. ഈ ദ്വീപിന്റെ ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക് ഒരു ബസ് പോകും. ആ ബസ് തന്നെയാണ് തിരിച്ചും പോകുന്നത്. ആകെ ഒരു ബസ് ഈ ദ്വീപിലുള്ളൂ. അങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു വണ്ടി കണ്ടത്. ഇതിവിടെ ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഇന്നലെ എനിക്ക് റൂം കാണിച്ചു തരാൻ പറ്റിയില്ല. എന്റെ റൂമിൽ മൊത്തം 4 ബെഡാണുള്ളത്. ഡബിൾ ടെക്ക് ബെഡാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. റൂമിൽ തന്നെ ഒരു വാഷ് ബേസും വരുന്നുണ്ട്. പിന്നെ പുറത്തായിട്ട് തന്നെ 3 ബാത്റൂമും ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ പണ്ട് ഹോസ്റ്റലിൽ നിന്നതൊക്കെയാണ് ഓർമ്മ വന്നത്. ഒരാൾ കുളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആൾ കുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പുറത്തൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ കാറ്റും. കുറച്ചങ്ങ് നടന്നപ്പോഴത്തേക്ക് എല്ലാവരും മടുത്തു. പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിസ്സയ്ക്ക് ഏകദേശം 14 യൂറോ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ പിസ്സയായിരുന്നു. വൈകുന്നേരം ഡിന്നർ കിട്ടി. ഡിന്നറിന് ഇന്ന് റൈസ് ആയിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേക്കപ്പ് ആയിരുന്നു. അതായത് മേക്കപ്പ് ക്ലാസ് ആയിരുന്നു എനിക്ക്. അതായത് ഇവർക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയാം. എൻ്റെ കണ്ണിൻ്റെ പേലി എങ്ങനെയാണ് കേൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുമായിരുന്നു. ഇതിനെന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. ഇനി ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ.